രാവിലെ 11 മണിയോടെയാണ് മുക്കുന്നിമല തിരുവനന്തപുരത്തെ മുക്കുന്നിമലയിൽ തീപിടുത്തമുണ്ടായിരുന്നത്. ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 3:15 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഒരു യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ അണയ്ക്കാൻ എത്തിയിട്ടുള്ളത്. ചെങ്കൽച്ചോളയിൽ നിന്നും രാജാജി നഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തീ ആളിക്കത്തുന്ന സാഹചര്യം, അതായത് നേവി ഇതുമായി എയർഫോഴ്സിൻ്റെ റഡാർ അടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ മുക്കുന്നിമലയിലാണ്. ഏകദേശം ഇവിടെ നിന്നും 200 മീറ്റർ മാറിയാണ് അത് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ കരസേനയുടെ ഷൂട്ടിംഗ് റേഞ്ചും ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ആ ഭാഗത്താണ് തീപിടുത്തം ഇപ്പോൾ തുടർന്നത്. മുകളിലേക്കുള്ള തീയൊക്കെ അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താഴെ ഭാഗത്തുള്ള തീ ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാറ്റടിക്കുന്നത് തീ ആളി കത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ തീ കത്തുന്നു. ഒപ്പം തന്നെ ഈ റോഡിൻ്റെ മറുവശത്തും തീ ആളി കത്തുന്നുണ്ട്. തൊട്ട് താഴെയായി ജനവാസ മേഖലയാണ്, വീടുകളുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ മറുവശത്തും, അതായത് ഇവിടുന്ന് ഏകദേശം 250 മീറ്റർ മാറിയും ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാറ്റടിക്കുന്നതനുസരിച്ച് തീ ആളിപ്പടർന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും തീ ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത്രയും വേഗം തന്നെ ഇത് തീ അണയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടെയാണ് ഇവിടെ തീപിടുത്തം തുടങ്ങിയത്. മുകളിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ തീപിടുത്തം കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തന്നെ താഴെ ഭാഗത്തേക്ക് ഇതുവരെ അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ തീ ആടിപ്പടർന്നൊരു സാഹചര്യം തന്നെയാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നുകൊണ്ടാണ് നേരത്തെ രാവിലെ മുതൽ ആരംഭിച്ച തീപിടുത്തം ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആടി കത്തുകയാണ് ചെയ്യുന്നത്. എത്ര മണിക്കാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നത്? 1 മണിക്ക് 2 മണിക്കൂറായിരിക്കണം എനിക്ക് റിപ്പോർട്ട് വരുന്നു. മുകളിലേക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യം? മുകളിലൊക്കെ അത് അണച്ചിട്ടുണ്ടോ? ഇപ്പോൾ താഴെ ഭാഗത്തേക്ക് ഇവിടെ തീ ആളി സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? കൂടുതൽ ഫയർഫോഴ്സ് വിളിച്ചിട്ടുണ്ടോ? വരുന്നുണ്ടോ? ഇവിടേക്ക് ഉടനെ എത്തും അല്ലേ? എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് വിളിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തി തീ നിയന്ത്രിതമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തീ നമുക്കറിയാം, നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ അതിങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണ്. താഴോട്ട് പോയാൽ വീടുകളുണ്ട്, ഒപ്പം തന്നെ റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഇത് തീ അണച്ചില്ലെങ്കിൽ കൂടുതൽ ഗൗരവമാകുന്ന ഒരു സാഹചര്യത്തിലേ പോകും. എന്തായാലും വലിയ പ്രദേശം ഇതിനോടകം തന്നെ കത്തി അമർന്നിട്ടുണ്ട്. ഏകദേശം 2.5 ഏക്കറോളം ഇതുമായി ബന്ധപ്പെട്ട് തീ ഇതിനോടകം തന്നെ പിടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും താഴെ ഭാഗത്തേക്ക് തീ ആളി കത്തുന്ന സാഹചര്യമാണ്. ഈ റോഡിൻ്റെ 2 വശത്തുമായാണ് തീ ആളി കത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വേഗത്തിൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിയാൽ മാത്രമേ ഇപ്പോൾ കത്തുന്ന തീ അണയ്ക്കാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും തീ ശക്തമായി തന്നെ ആളി കത്തുന്നതാണ്. എന്തായാലും വേഗത്തിൽ ഫയർഫോഴ്സ് തീ അണയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.